ഇൻട്രോ ഫസ്റ്റ് ബോധർമെല്ലാം കാണിച്ചു ബീജം ഫ്രെയിം. എൻജോയ് പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഏഴാം അറിവ് 2011 ഇറങ്ങിയിട്ടുള്ള മൂവിയാണ്. പേഴ്സണലി ഞാൻ ഈ മൂവി കണ്ടിട്ടില്ല, പക്ഷെ ഇതിനകത്തെ സോങ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. 2011 ആ ഒരു ദിവാലി റിലീസിൽ ഒക്ടോബറിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ, പിന്നീട് കണ്ടിട്ടില്ല. 11 പറയുമ്പോ നമ്മളിപ്പോ 13 വർഷമാണ് അല്ലേ? കറക്റ്റ് 12 വർഷം കഴിഞ്ഞു കറക്റ്റ് ആയിട്ട്. ഏകദേശം ഒരു 13 വർഷത്തിന് ശേഷമാണ് നമ്മുടെ JK ഈ ഒരു മൂവി കാണാൻ പോകുന്നത്. നമുക്കറിയാം ഡയറക്ടർ AR മുരുകദോസിന്റെ മൂവിയും കൂടിയാണിത്. അതായത് ഗജനിക്ക് ശേഷം അവരുടെ മൂവി സൂര്യ AR മുരുകദോസ് കോംബോയിൽ വന്ന രണ്ടാമത്തെ പടം അല്ല, അവരുടെ രണ്ടാമത്തെ പടമാണ്. അത് മാത്രമല്ല ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഹാരിസ് ജയരാജ് ആണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സൂര്യണ്ണന്റെ പടത്തിൽ ഹാരിസ് ജയരാജ് മ്യൂസിക് ചെയ്യുമ്പോൾ പാട്ടുകളൊക്കെ വേറെ ലെവലായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം കാണാൻ കഴിഞ്ഞത് ഇതിന്റെ ജോണർ തന്നെ പറയുന്ന കേട്ടോ. അതായത് എന്താ പറയാ, തമിഴ് ലാംഗ്വേജ് സയൻസ് ഫിക്ഷൻ മാർഷ്യൽ ആർട്സ് ഫിലിം എന്നാണ് പറയുന്നത്. അപ്പോ സയൻസ് ഫിക്ഷൻ ഉണ്ട്, മാർഷ്യൽ ആർട്സ് ഉണ്ട്. അതിനകത്ത് മാത്രമല്ല വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഗവൺമെന്റ് പ്ലാൻ ബയോളജിക്കൽ വാർ അഗെയിൻസ്റ്റ് ഇന്ത്യ, അതിനെ പറ്റിയിട്ടൊരു സംഭവം അവർ അതിനകത്ത് പറയുന്നുണ്ട്. ഒരു ബയോളജിക്കൽ വാറിനെ പറ്റിയിട്ടാണ് അതിനകത്ത് പറയാൻ പോകുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തില് കുറേ അധികം ചർച്ച ഉണ്ടാക്കിയ ഒരു മൂവിയും കൂടിയാണിത്. യെസ്, ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു കേരളത്തില്. പിന്നെ അത് മാത്രമല്ല നമ്മൾ അതിന്റെ ഒരു സംഭവം ഈ AR മുരുകദോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അദ്ദേഹം എടുക്കുന്ന സിനിമകളിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ കണ്ടന്റ് ഉണ്ടാവും. വെറുതെ അങ്ങനെ ഒരു സിനിമ എടുക്കില്ല, അതിനകത്ത് ബാക്കിയുള്ള എലമെന്റ്സ് ആയിരിക്കും, റൊമാൻസും സംഭവങ്ങളൊക്കെ ചേർക്കുക. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ശ്രുതി ഹസനാണ് നായിക. അത് കൂടാണ്ട് വേറൊരാളുടെ പേരും കൂടി ഉണ്ട്, സൂര്യ. അതിനുശേഷം ജോണി എന്തോ ഒരു പേര് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ എന്തായാലും ഇവര് 3 പേരാണ് മെയിൻ ആയിട്ട് കാസ്റ്റില് പറഞ്ഞിരിക്കുന്നത്. ആ പുള്ളിക്കാരന്റെ പേരെന്താന്നുള്ളൊന്ന് പറഞ്ഞുതരാട്ടോ. ഇനി എഴുതിയാലും അതുപോലെയൊക്കെ നിങ്ങൾ എഴുതുള്ളൂ, പക്ഷെ ആലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇതിനകത്തുണ്ട് മെയിൻ റോളിൽ തന്നെ. അപ്പൊ ഇവര് 3 പേരെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പക്രു ചേട്ടനൊക്കെ ഉണ്ട് അല്ലേ? കാരണം ആ സോങ്ങിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അയലാണ് ഇതിനകത്ത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിനകത്താണെന്നാണ് എഴുതിയിട്ടുണ്ടോ അറിയില്ല കേട്ടോ, അറിയില്ല. എനിക്ക് ഡൗട്ടാ, കാരണം സൂര്യണ്ണന്റെ കൂടെ തന്നെ ഉള്ളത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇതിനകത്ത് എഴുതിയിട്ടില്ല. എന്തായാലും നമുക്ക് കാണുമ്പോ കാണാം എന്താ സംഭവം എന്നുള്ളത്. 80 കോടി ബഡ്ജറ്റിൽ ഇട്ടിട്ട് 100 കോടി മേലെ കളക്ട് ചെയ്ത പടം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ചെറിയൊരു ക്രിട്ടിക്സ് സംഭവങ്ങളൊക്കെ ഈ പടത്തിന് കിട്ടി തോന്നുന്നു. അതായത് AR മുരുകദോസിന്റെ സാധാരണ പടങ്ങളിലുള്ള ആ ഒരു കമേഴ്ഷ്യൽ എലമെന്റ്സ് ഇതിനകത്ത് കുറച്ച് കൂടുതലാന്നുള്ള രീതിയിൽ, അതായത് ഗജനി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സാധനങ്ങൾ കുറച്ച് കൂടിപ്പോയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതായിരിക്കും. ഗജനി എക്സ്പെക്ട് ചെയ്തിട്ട് ഈ സിനിമ കാണുന്നത് വേറെ ആയിരിക്കില്ലേ, അതിൽ തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ല. പിന്നെ ഈ ഓസ്കാർ സംഭവങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ആരോ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ പടത്തിന്. അതായത് നമ്മൾ ആ ഒരു അസോസിയേഷൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അവര് വിട്ടിട്ടുണ്ടായിരുന്നു ഫോറിൻ ലാംഗ്വേജിൽ ബെസ്റ്റ് ഫിലിം എന്നുള്ള ഒരു കാറ്റഗറിയിൽ. നമുക്ക് എന്തായാലും നേരെ ആ സംഭവം ഇൻട്രോ സീൻ തൊട്ടിട്ട് നമുക്ക് നേരെ എന്താ സംഭവം നമുക്ക് കാണാം. നല്ല മാർഷ്യൽ ആർട്സ് പടം എന്നാണ് പറയുന്നത്. നോക്കാം, തുടങ്ങാം. റെഡിയല്ലേ? പിന്നെ മറ്റേ ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല എവിടെന്നെങ്കിലൊക്കെ. നമ്മളെ ബോധിധർമ്മൻ നമ്മള് കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട് സംഭവങ്ങള്. ഫുള്ള് ക്ലിപ്സ് അല്ല, അതായത് ബോധിധർമ്മൻ എവിടേക്കോ കണ്ടിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ കുറെ സോങ്സ് കണ്ടിട്ടുണ്ട്. കുറെ സോങ്സ് ഇല്ലേ ഏഴാം അറിവ് അല്ലേ? അങ്ങനല്ലേ ഇമ്പോർട്ടൻസ് ആണല്ലോ. സൂര്യന്റെ പിന്നെ കണ്ണ് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? സൂര്യന്റെ കണ്ണാണോ? അല്ല, അങ്ങനല്ല, സൂര്യന്റെ കണ്ണ് അങ്ങനല്ലേ സിനിമയില്? மார்ஷியல் ஆர்ட்ஸில் முதன்மையான கலை குங்ஃபு. அதை கற்றுக் கொடுப்பதில் சிறந்த நாடு சைனா. இவை மார்ஷியல் ஆர்ட்ஸ் பயிற்றுவிக்கும் பள்ளிகள். இந்த பள்ளிகளுக்கெல்லாம் தலைமை இடம்தான் ஷாவலின் டெம்பிள். புத்த மதத்தின் கோயிலாகவும் தற்காப்பு கலையை பயிற்றுவிக்கும் பள்ளியாகவும் விளங்குகிறது. இந்த கலையை முதலாக இவர்களுக்கு கற்றுக் கொடுத்ததற்காகவும் இந்த ஷாவ்லின் டெம்பிள் நிறுவியதற்காகவும் இன்றும் இவர்கள் கடவுளாக வணங்கும் குரு பல்லவ மன்னனின் 3ஆம் இளவரசர் போதி தர்மன் ஒரு தமிழன். ചൈനയില് തൊഴുത് വണങ്ങുന്ന ആളെ. വിജയല്ലേ? ഫസ്റ്റ് കാണിച്ചല്ലേ? ഇപ്പോഴത്തെ വേറൊരു മറ്റേ ബീജം വന്നില്ലേ?
അത് മറ്റേ സാധനത്തിന്റെയാണ് മറ്റേ വാവാന്നൊക്കെ பல்லவ പറയില്ലേ. சாம்ராஜ்யத்தின் பாடசாலை പല്ലവ സാമ്രാജ്യം. மனிதர்களை கொன்று நரபலி கொடுக்கும் நிலையில் மற்ற நாடுகள் இருந்த போது நாம் விருச்சிகம் ஏக பாரம் கலைகள் பரவத்துடன் மருத்துவமும் சிறப்பு பாடமாக இருந்தது. கொடிய பல நோய்களையும் குணப்படுத்தக்கூடிய இந்த அற்புதமான மருத்துவ முறை சரக சம்ருதி. മെഡിസിൻ. இந்த கலைகள் அனைத்திலும் தேர்ச்சி பெற்றவர் போதி தர்மன். ഓ ഇതാ ഇൻട്രോ. ഫസ്റ്റ് ബോധർമ്മനെ കാണിച്ചു ബീജം. ഫേസില് കണ്ടോ കലിപ്പുണ്ടോ ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഓ ഫ്ലെക്സിബിലിറ്റി. എഫേർട്ട് നല്ലോണം എടുത്തിട്ടുണ്ട്. നല്ലോണം കറക്റ്റ് കട്ടിങ്. ബോഡി അല്ലേ. യങ് ലുക്ക് പൊളിയല്ലേ. പൊളി. தற்காப்பு கலைகள் மட்டுமின்றி அட்டமா சித்திகளுள் ஒன்றான பஞ்சபூதங்களையும் கட்டுப்படுத்தும் வசித்துவ கலையையும் பயின்றவன். എല്ലാം ഉള്ള ആളാണ്. தன் குருமாதாவின் உத்தரவுப்படி போதி தர்மன் அன்று சீன தேசம் புறப்படும் நாள். ഓ ചീനദേശത്തോട്ട് പോവാണ്. എല്ലാരും വിട്ട് പോവാ കേട്ടോ. மாதா என்னை சீன தேசத்துக்கு அனுப்புகிறார்கள் என்றார். அதில் உள்நோக்கமும் உலக நோக்கமும் இருக்கும் என்று புரிந்து கொண்டமைக்க மிக்க மகிழ்ச்சி தாய் தந்தையே. இவை நான் எழுதிய சுவடிகள் உரிய நேரத்தில் முக்கியமாகவும் உதவியாகவும் இருக்கும். മറ്റേ ഒരു തമിഴല്ലേ സ്ലാങ് പണ്ടത്തെ. കിടക്കാൻ ഷോട്ട്. ക്ലാസിക്. ഫ്രെയിം പൊളിച്ചടുക്കിയ ഫ്രെയിം. എന്താ ഫ്രെയിം ഉറുമി ഓർമ്മ വരുന്നുണ്ടോ? ഉറുമില്ലേ സ്ലോ മോഷൻ ഫ്രെയിം. പോവാട്ടെ. ഉപേക്ഷിക്കുന്നു എല്ലാം. ബുദ്ധന്റെയും സ്റ്റോറി അങ്ങനെയല്ല ഏകദേശം അതുപോലെയാണല്ലേ ഇത് അല്ലേ? ഏകദേശം കാവ്യവസ്ത്രം അല്ലേ അങ്ങനത്തെ സംഭവം എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ താണ്ടി പോകുന്നത് കാണിക്കുന്നുണ്ടല്ലേ, കടലും മലകളും താണ്ടി പോകുന്നതിന്റെ. ഓ കിടക്കൻ ഫ്രെയിംസ്. ആളെന്തിനാ ചൈനയിലോട്ട് പോണേ? അത് അവിടെ നിന്നുള്ള ഇതാന്ന് പറഞ്ഞില്ലേ, പോണെന്നുള്ളൊരു ഇതുണ്ട്, അതുകൊണ്ടാണ് പോണത്. ആൾക്കെല്ലാം അറിയാം, മെഡിസിൻസിനെ പറ്റി, ആയോധനകല എല്ലാം ഉണ്ട്. ഫുൾ ആ സാധനങ്ങളല്ലേ കാണിക്കുന്നേ. ബോർഡർ ഏകദേശം ആ ബോർഡർ സ്ഥലം പോലെ മഞ്ഞക്കല്ലേ. മ്യൂസിക് ഉണ്ടോ മാറി? ഒരു ചൈനീസ് ബീച്ച് എമ്മിലോട്ട് വന്നല്ലേ ചെറുതായിട്ട്. ഉദയനിധി സ്റ്റാലിനായിരുന്നു പ്രൊഡ്യൂസർ. ഓ പോയതുണ്ടായിരുന്നു. നമ്മൾ ഇദ്ദേഹത്തിന്റെ പടമാണ് കുറെ ചെയ്തോണ്ടിരിക്കുന്നത്. 3 வருட தரைவழி பயணத்திற்கு பின் போதி தர்மன் சீனாவின் நான்யன் கிராமத்தை அடைகின்றார். தம் கிராமத்திற்கு பெரிய ஆபத்து வரப்போகிறது என்பதை அவர்கள் கால கணிதம் மூலம் கணக்கிடுகிறார்கள். ஓ இந்த ஆபத்து. 大难将至，那么从何来？ அந்த நேரம் அங்கு வந்த போதி தர்மனை
அவர்கள் தீய சக்தியாக நினைத்து விடுகிறார்கள். ഓ അങ്ങനെ വന്നോണ്ട് അവർക്ക് പേടി ഉണ്ടാവില്ലേ മറ്റേ കാര്യത്തില്. മറ്റേത് ഓ തലയിട്ടു. ஆபத்து நீங்கியதாக அவர்கள் நிம்மதி அடைந்தார்கள். ஆனால் உண்மையான ஆபத்து ആപത്താന്ന് വിചാരിച്ചു. അതാണ് തട്ടിയിട്ടത്. சீனாவில் பல லட்சம் உயிர்களை பறித்த கொடும் நோய் அந்த கிராமத்திற்கும் வந்தது. എന്താ ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സാ? പടർച്ചവ്യാധിയല്ലേ ശരിക്കും അല്ലേ? എന്ത് ചെയ്യാൻ കൊണ്ടുപോകണം ആ കുട്ടീനെ? ഉപേക്ഷിക്കാണോ അവര്? ഓർമ്മയില്ല കേട്ടോ. ഏതൊരു ഗുഹയെ കൊണ്ട് ഇടാണോ? ഇതൊക്കെ ഉണ്ട് അവിടെ, ചെന്നായകളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേത് പിന്നീട് വേറെ ആയിരിക്കും പടരാണ്ടിരിക്കാൻ അവർക്കതിനെ ചികിത്സിക്കാൻ അറിയില്ല. ആൾക്കെല്ലാം അറിയില്ലേ? മെഡിസിൻസ് ഒക്കെ അറിയാം. ഭയങ്കര കഥയിലൂടെയല്ലേ പോണെ. ഇൻട്രസ്റ്റിംഗ് ആണ്. അതിലും വേറെ ആൾക്കാർക്ക് വരുന്നു. ഓ വ്യാധിയായത് പടർച്ചവ്യാധി നമ്മള് കേട്ടില്ലേ പണ്ട് അങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ വരുന്നത്. ആ കുട്ടിയുടെ അമ്മ. ഓ ഏയ് കുട്ടീനെ ചെയ്ത രക്ഷയില്ല. ചിരി ചിരി. ഫ്രെയിം, മ്യൂസിക്, സിനിമോട്ടോഗ്രാഫി നോക്കണം കേട്ടോ. ഭയങ്കര ഫ്രെയിംസ് നമ്മൾ നോക്കിയില്ല. ഇതെല്ലാം ഫ്രെയിംസ്. ഇപ്പൊ അവർക്ക് വിശ്വാസമാവില്ല. അതെ, നല്ലൊരു എൻട്രി. അങ്ങോട്ടേക്ക് എൻട്രിയിലുള്ള സംഭവമല്ലേ. കാരണം അവിടെ അവിടത്തേക്ക് കുറെ ഉണ്ട് അസുഖം. എല്ലാരും വരികയാണ്. ഏകദേശം ഒരു ഗോഡ് ഫീൽ. പക്ഷെ ഫ്രെയിം മരുന്നെടുത്ത് തുടങ്ങിയല്ലോ. അവര് പഠിപ്പിക്കുന്നു. சீனாவின் பிற பகுதிகளில் இருந்து வந்த போதி தர்மன் தன் மருத்துவ குறிப்பு 12 മിനിറ്റായി. നമുക്ക് ചിലപ്പോൾ ചെയ്താല് പ്രശ്നം. നമുക്ക് ഇൻട്രോ അടുത്ത സീനോട്ടിട്ട് നമുക്ക് നീളത്തിലെങ്കിൽ ചെയ്യാൻ നോക്കാം. അത് സമ്മതിച്ച അതാണ് സമകാരണം. നമുക്ക് ചെയ്യണമെന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് തന്നെയാണ് നല്ലത്. കാരണം പെട്ടെന്ന് ആ അത്രയും സമയത്തിനുള്ള ഫിനിഷ് ചെയ്യാം. പക്ഷെ യൂട്യൂബ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വിടില്ല. അതാ സംഭവം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 12 മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് കട്ട് ചെയ്യുന്നത് നോക്കിക്കൊണ്ട്.
സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൈസ് ആയിട്ടുള്ള ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ആവുമ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അതായത് കറക്റ്റ് ഇങ്ങനെ ഒഴുകി പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ഹാരിസ് ജയരാജ് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ആ ഒരു മൊമെന്റ് ഇല്ലേ, ആ കുട്ടീനെ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു മ്യൂസിക് വരുന്നില്ലേ, ഭയങ്കര രസമാണ്. പിന്നെ അതുപോലെ തന്നെ കിഡിലും ഷോട്ട് കേട്ടോ, ഫ്രെയിംസ് നോക്കണം ആരാന്നുള്ളത്. ഞാനത് ഓൾറെഡി ഇങ്ങനെ നോക്കണം ഫസ്റ്റ് ആ ഒരു കുടുംബത്തിൽ നിന്ന് അവരെയൊക്കെ വിട്ടിട്ട് പോകുന്ന സമയത്തുള്ള ആ ഒരു ഫ്രെയിം. രവി കെ ചന്ദ്രൻ, രവി വർമ്മൻ, അത് രണ്ടുപേരാണോ ഒരാളാണോ? സോങ് ഇല്ലല്ലോ, ഒരു സോങ് രവി വർമ്മൻ എന്നാണ്, രവി കെ ചന്ദ്രനാണ്. ബാക്കിയുള്ള എല്ലാം കിഡിലം ഫ്രെയിംസ് കേട്ടോ, കിഡിലം ഫ്രെയിംസ്, ഒരു രക്ഷയില്ല. കാരണം പ്രത്യേകിച്ച് ആ ഒരു പോകുന്ന സമയത്തുള്ള ബാക്ക് തിരിഞ്ഞിട്ടുള്ള ഷോട്ടല്ലേ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഒരു ഗോഡ് ഫീല് നമുക്ക് ഫസ്റ്റ് തരുന്നുണ്ട് കാണുന്ന, അതായത് കാണിച്ചിരിക്കുന്ന ഫ്രെയിമില് ഭയങ്കര ഒരു ദൈവീകതയുണ്ട് അല്ലേ, ആ ഒരു സംഭവം കൂടിയുണ്ട്. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമ്മൾ അറിയില്ല, ആ സ്ക്രീനിൽ അതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കാണിക്കുന്ന സമയത്തൊക്കെ. ആ ഒരു ഗ്രാമം, ആ സംഭവങ്ങളൊക്കെ ഫുൾ എഫക്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ആ ഒരു കുട്ടിയുടെ നമ്മൾ അറിയില്ല, ആ കുട്ടിയുടെ നല്ല ക്യൂട്ട് ആംഗിൾ എടുത്തിരിക്കുന്നത് അല്ലേ. മാത്രല്ല ഇൻട്രോ സീൻ എന്ന് പറയുന്നില്ലേ, ഭയങ്കര സ്റ്റോറിയിൽ അങ്ങനെ പോകണല്ലേ, നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഇതാണ് സംഭവം, ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. കാരണം പാട്ടുകൾ മാത്രം കണ്ടിട്ടുള്ള ഞാൻ ഈ ഒരു മൂവിയുടെ ഇൻട്രോ കാണുന്ന സമയത്ത് ഞാൻ കണ്ട സംഭവങ്ങൾ എവിടെയെന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രോ വേറെ സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോറിയിലോട്ട് ഇനി വരുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു നമ്മൾ ആദ്യം ഒന്ന് കാണിച്ചു തന്നാണ് ഇതൊക്കെ എന്ത് സംഭവം. പിന്നെ ആണെങ്കിൽ നല്ല ആക്ഷൻ സംഭവം, ഇത് അതിനെന്താ പറയേണ്ടത്, ആക്ഷൻ അല്ല, മാർഷൽ ആർട്സിന്റെ ആ സംഭവങ്ങളെ കാണിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്തായാലും ഈ ഒരു റോള് ചെയ്യാനായിട്ട്. അവരുടെ ബോഡിയും രക്ഷയില്ല കേട്ടോ കാണാൻ വേണ്ടിട്ട്. അത് നമ്മള് വാരണായിരം തൊട്ടിട്ട് ഭയങ്കര ഫ്രെയിമിൽ കണ്ടായിരുന്നു, ഭയങ്കര ഇങ്ങനെ ചെസ്റ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതുമാതിരി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മള് നെക്സ്റ്റ് സീനായിട്ട് വരാം. അത്രയേ ഉള്ളൂ. ബൈ ബൈ.